മരച്ചില്ലകളിലിരുന്ന് നാദസ്വരം വായിക്കുന്ന ദേശാടന കിളികളുടെ ശബ്ദം കേട്ട് ആനന്ദിച്ച് വീട്ടിൻ്റെ അകത്തളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു. ഇളം വെയിൽ വീശിത്തുടങ്ങി. ഒഴുകി മാറുന്ന ആറ്റിൻ്റെ കരയിൽ ഒരു ചെറിയ വീട്. രാവിലെ അശ്വതി എന്നു പേരുള്ള പഞ്ചായത്ത് മെമ്പർ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കാളിംഗ് ബെല്ല് കൊടുത്തു. അകത്ത റൂമിൽ ഇരിക്കുന്ന 90% ഭിന്നശേഷിക്കാരനായ ഒരു മകനോട് ചോദിച്ചു, എന്താ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കുട്ടി പറഞ്ഞു, പെൻഷൻ അപേക്ഷിച്ചില്ല. എന്താ കാര്യം? പിന്നെന്തുണ്ട് വേറെ വിശേഷങ്ങൾ? കുട്ടി പറഞ്ഞു, വിശേഷങ്ങളൊന്നുമില്ല. പഠിക്കുന്നുണ്ടോ? പാഠപദ്ധതികളെല്ലാം വീട്ടിൽ വാങ്ങിച്ചു വെച്ച് പഠിക്കുന്നുണ്ട്. സ്കൂളിൽ പോകാറില്ലേ? 10 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ പോകാൻ വാഹന സൗകര്യമില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കുകയാ. ഇപ്പോൾ എത്രാം ക്ലാസ്സിലെ പാഠങ്ങളാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലെ പാഠങ്ങളാണ് പഠിക്കുന്നത്. 6ഉം 7ഉം 8ഉം 9ഉം ഒക്കെ പരീക്ഷ എഴുതിയോ? വിജയിച്ചോ? സ്കൂളിൽ പോകാറുമില്ല, പരീക്ഷ എഴുതാറുമില്ല. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംവരണവും മറ്റു സംവിധാനങ്ങളും നിലനിൽക്കുമ്പോൾ ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ്. പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ത്യാഗം അനുഭവിച്ചിട്ടാണെങ്കിലും സ്കൂളിൽ പോവുകയും പരീക്ഷ എഴുതുകയും വിജയിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും വേണം. അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ വരെ 4%, അതായത് 100ൽ 4 പേർക്ക് ഭിന്നശേഷിക്കാർക്ക് സംവരണം കർശനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജോലി നേടാനായി നാം ശ്രമിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ അപര്യാപ്തത അതിന് തടസ്സമാകും. ഒരിക്കലും അത് പാടില്ല. വളരെ ജാഗ്രതയോടെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷകർത്താക്കളും ആ കുട്ടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്.